Hi friends. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ടെക്നിക്കൽ എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ജൂൺ 30-നുള്ള ഗസറ്റിലാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, നമ്മുടെ ഓഗസ്റ്റ് 5-നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലോട്ട്, ഒരു ഡിപ്ലോമ ബിടെക് കഴിഞ്ഞവർക്ക് ഏതൊക്കെ പോസ്റ്റിലോട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, അതുപോലെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ രണ്ട് പോസ്റ്റുകളാണ്, അതായത് കുറച്ച് നോട്ടിഫിക്കേഷൻ ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ, നമുക്ക് അടുത്ത മാസങ്ങളിലൊക്കെ വരും. അപ്പോൾ നമുക്കതിൽ 2 നമുക്ക് നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് വരുന്ന ഏതാണ്? ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് വരുന്നത് കാറ്റഗറി നമ്പർ 048/2026, മറക്കണ്ട 48 കാറ്റഗറി നമ്പർ 048 ആണ്. അത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്, അതായത് സിംപ്ലി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട് അല്ലെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. അപ്പോൾ അത് നമുക്ക് ഏജ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ PSC ഏജ് കൂട്ടിയിട്ടുണ്ട്. ഏജ് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ മിനിമം ഏജ് 18 തന്നെ, അതിലൊന്നുമില്ല. പക്ഷേ മാക്സിമം ഏജ് 40 ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് മിസ്സായവർക്കൊക്കെ എന്ത് ചെയ്യാം, കഴിഞ്ഞ തവണ 36 വയസ്സാണല്ലോ, അന്ന് മിസ്സായവർക്കൊക്കെ ഇപ്പോൾ 2-3 വർഷം 2022-ലാണ് അവസാനം വിളിച്ചത്. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കലിന്റെ സ്ട്രീമിൽ വരുന്ന എല്ലാ ഡിപ്ലോമയും, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ഡിപ്ലോമ ബിടെക്കുകാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം 88, ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, 88 അഡ്വൈസ് ആണ് ഇതുവരെ. ലാസ്റ്റ് ഇയറിൽ നമുക്ക് കഴിഞ്ഞ 2022 ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി എക്സാം നോക്കുകയാണെങ്കിൽ 2023 ജൂണിലാണ് എക്സാം വന്നത്, അതായത് 6 മാസം കൊണ്ട് എക്സാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. 2024 റാങ്ക് ലിസ്റ്റ് വന്നു. ഏകദേശം 54 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 75 to 80 എത്രത്തോളം റാങ്ക് ലിസ്റ്റിൽ 78 സംതിങ് തോന്നുന്നു റാങ്ക് ലിസ്റ്റിൽ, നമ്മളെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് നോക്കുമ്പോൾ ഏകദേശം 88 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ഡേറ്റ് പറഞ്ഞത് നിങ്ങളുടെ സ്റ്റഡി നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ, അതുപോലെ നിങ്ങളൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 54 മാർക്കാണ് കട്ട് ഓഫ് എന്നുള്ള 88 വരും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് കഴിഞ്ഞ തവണത്തേക്കാളും വേക്കൻസി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. രണ്ടാമത് വന്നിട്ടുള്ളതും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെയാണ്. അപ്പോൾ ഇത്തവണ നോട്ടിഫിക്കേഷനിൽ ഫൈനൽ ചിരി എന്ന് പറയുന്നത് ആരുതാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുള്ളത് AE ആണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്, KSHB, അതായത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലോട്ട്. വേക്കൻസി ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു 3, 4, 5 ഒക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസിൽ പഠിച്ചാൽ, നമ്മളിത് AE സിലബസിൽ ഒരുപാട് എക്സാം ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വരാൻ പോകുന്നത്. ഏത് AE, KCB AE വരാൻ പോകുന്നുണ്ട്, ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രിക്കലാർക്ക് വരാൻ പോകുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തന്നെയാണ് സിലബസ്. ഇനി ഈ പഠിക്കുന്നതിന് 2-3 സബ്ജക്ട് മാറ്റി നിർത്തിയാൽ അത് തന്നെയാണ് KCB സബ് എഞ്ചിനീയറിന്റെ സിലബസും. അപ്പൊ ഈ ഒരു പഠിത്തം കൊണ്ട് ഇത്രയും എക്സാംസുകൾക്ക്, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വിളിക്കാൻ പോകുന്ന എക്സാംസുകളാണ്, ഇത്രയും എക്സാംസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ സ്കെയിൽ ഓഫ് പേ ഒക്കെ നോക്കണം കേട്ടോ. കാരണം ഇനി അടുത്ത പേ കമ്മീഷൻ വരികയാണ്. ഇതിലും 10,000 15,000 കൂടിയിട്ടായിരിക്കും അടുത്ത സാലറി കിട്ടുന്നത്. കേട്ടോ, നിങ്ങളോട് PSC പറയുന്നത് ഒരു എക്സ്പീരിയൻസും വേണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി. പഠിച്ച് റാങ്ക് വാങ്ങിയാൽ ഈ ഒരു സാലറി ആദ്യത്തെ മാസം മുതൽ നിങ്ങളെ കയ്യിലോട്ട് PSC അങ്ങ് വെച്ചിട്ട്, അതായത് ഒരു 10,000-60,000 രൂപ എന്ത് കിട്ടും, ഒരു AE ആയിട്ട് കയറുന്ന ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ PSC തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഏജ് ലിമിറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഏജ് എത്രയാണ്, 18 to 40 ഏജ് വരുന്നത്. അതുപോലെ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ആട്ടോ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഇലക്ട്രിക്കലും അതുപോലെ ECക്കാർക്കും പറ്റും. കാരണം ഇലക്ട്രിക്കൽ ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ബിടെക് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ മറക്കണ്ട, രണ്ടിന്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5 അല്ലെ, നമ്മൾ ഓഗസ്റ്റ് 08 എന്നാണ്, ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 5-നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ലാസ്റ്റ് ഡേറ്റിലോട്ട് നിൽക്കണ്ട, ഇന്ന് തന്നെ കയറിക്കോ, അപ്ലൈ ചെയ്തോ. അപ്പോൾ ഇതിന്റെ പുതിയ ബാച്ചുകൾ, നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെയും അതുപോലെ ഇലക്ട്രിക്കലിന്റെയും ഒക്കെ പുതിയ ബാച്ചുകൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോട് കൂടിയിട്ട് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു എക്സാംസുകളുടെ ഒക്കെ പ്രീവിയസ് സിലബസ്, ക്വസ്റ്റ്യൻ അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ബാച്ചുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ നിങ്ങൾക്ക് എന്തായാലും കുറെ ഫ്രീ കണ്ടന്റുകൾ ഈ ഒരു കോഴ്സുമായി റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് ഫ്രീ കണ്ടന്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന വലിയ പണിയുള്ള കാര്യമല്ല, പണിയുള്ള കാര്യം എന്താണ്, പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.